വന്ദേ ഭാരത് ട്രെയിനുകളിലെ പഴകിയ ഭക്ഷണം സംബന്ധിച്ച പരാതി കിട്ടിയില്ലെന്ന റെയിൽവേയുടെ വാദം പൊളിയുന്നു. കേരളത്തിലോടുന്ന വന്ദേ ഭാരതിൽ നിന്നും 9 മാസത്തിനിടെ 319 പരാതികൾ റെയിൽവേക്ക് ലഭിച്ചതായുള്ള വിവരാവകാശ രേഖ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. പരാതിയെ തുടർന്ന് 4 മാസത്തിനിടെ 14,87,000 രൂപ പിഴ ചുമത്തിയെന്നും വിവരാവകാശ രേഖയിലുണ്ട്. ടി വി പ്രസാദ് നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ കൊച്ചിയിലെ വന്ദേ ഭാരതിന്റെ ഫുഡ് ഒരുക്കുന്ന വൃന്ദാവൻ എന്ന് പറയുന്ന ഫുഡ് പ്രൊഡക്ട്സിൽ കണ്ട പഴകിയ ഭക്ഷണങ്ങൾ റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത്. എന്നിട്ടും പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന നിലപാടാണ് ആദ്യം റെയിൽവേ സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ വിവരാവകാശ രേഖയിൽ പറയുന്നത് എന്താണ്? ടി വി പ്രസാദ്. അരുൺ, ഗുരുതരമായ കാര്യമാണ് ഈ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വരുന്നത്. അരുൺ, അതായത് നമുക്കറിയാവുന്നതുപോലെ വന്ദേ ഭാരതിൽ നേരത്തെ കൊച്ചിയിലുണ്ടായ അനുഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ മോശം സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്യുക, അത് വിതരണം ചെയ്യാൻ കൊണ്ടുപോവുക, കുടിവെള്ളത്തിന്റെ ടാങ്ക് പോലും ഒന്ന് വൃത്തിയാക്കിയില്ല എന്നതിന്റെ തെളിവുകളാണ് അവിടെ നിന്ന് പുറത്തു വന്നതെങ്കിൽ ഒരു പരാതിയും കിട്ടിയില്ല എന്ന വാദത്തിലായിരുന്നു ഇത്രയും കാലം റെയിൽവേ നിന്നിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 9 മാസത്തിനിടെ 319 പരാതികളാണ് റെയിൽ മദത് ആപ്പിൽ ഉൾപ്പെടെ റെയിൽവേക്ക് കിട്ടിയത് എന്നതിന്റെ വിവരാവകാശ രേഖകളാണ് പുറത്തു വന്നത്. മാത്രമല്ല അരുൺ, ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള 4 മാസങ്ങളിൽ 14,87,000 രൂപയാണ് പിഴയടപ്പിച്ചത് ഈ കമ്പനിയെ കൊണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു പിഴയടച്ചു കഴിഞ്ഞാൽ രണ്ടാമതും ആ തെറ്റ് ആവർത്തിച്ചാൽ ആ കമ്പനിയെ യഥാർത്ഥത്തിൽ വിലക്കേണ്ടതാണ്, അതിനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടതാണ്. പക്ഷെ ഭീമാകാരനായ ഈ ഗ്രൂപ്പ് രാജ്യത്തെ ഏതാണ്ട് മുഴുവൻ റെയിൽവേ ശൃംഖലകളെയും പിടിച്ചടക്കുന്ന രീതിയിലുള്ള ഭക്ഷണ വിതരണക്കാരനാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇദ്ദേഹത്തിനെതിരെ, ഈ കമ്പനിക്കെതിരെ ഒരു നടപടിയും റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥരും സ്വീകരിക്കില്ല എന്നതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. കാരണം അരുൺ, പല തവണയായി നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിലോടുന്ന വന്ദേ ഭാരതിൽ തന്നെ നിരവധി തവണ പഴകിയ ഭക്ഷണങ്ങൾ കൊടുത്തു, ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷണങ്ങൾ കൊടുത്തു, വളരെ മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ യാത്രക്കാർക്കുണ്ടായി. ഇവരെല്ലാവരും കൂട്ടത്തോടെ പരാതി കൊടുത്തു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പക്ഷേ എന്നിട്ടും ഈ കരാർ കമ്പനി അതുപോലെ തുടരുന്നു എന്നുള്ളതാണ്. ഈ കരാർ കമ്പനി അവരുടെ ബിനാമി കമ്പനികളായി പല ട്രെയിനുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു. രാജ്യത്തിന്റെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ റെയിൽവേകളിലും വലിയ സ്വാധീനമുള്ള ഈ കമ്പനിക്കെതിരെ കാര്യമായ ഒരു നടപടിയും ഇന്നേവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ വന്ദേ ഭാരതിലാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തിന്റെ ഒന്നിച്ചാണ് പലപ്പോഴും നമ്മൾ ഭക്ഷണം ബുക്ക് ചെയ്യുന്നത്. വളരെ നല്ല ഭക്ഷണമാണെന്ന് വിചാരിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. പക്ഷേ പല യാത്രക്കാരും ഇത് കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് കിട്ടിയ ഭക്ഷണം വളരെ മോശമാണെന്ന് അറിയുന്നതും പിന്നീട് പരാതി കൊടുക്കുന്നതും. ഇങ്ങനെ പരാതി കൊടുത്താൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ മുഖത്ത് നോക്കിയാണ് ആ കമ്പനിക്കാരനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു മറുപടി രൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 319 പരാതി 9 മാസത്തിനിടെ കിട്ടിയിട്ടും റെയിൽവേ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് അരുൺ. യഥേഷ്ടം ഇപ്പോഴും അതേ കമ്പനി ഭക്ഷണം ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടി വി പ്രസാദ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും വന്ദേ ഭാരതിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരല്ലേ? കേരളത്തിൽ ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൽ 2 തവണയും കിട്ടിയ ഭക്ഷണം മോശമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വായു വെക്കാൻ കൊള്ളാത്ത ഭക്ഷണമായിരുന്നു. മാത്രമല്ല അത് പഴകിയതാണെന്ന് പോലും സംശയമുണ്ടായിരുന്നു. 2 തവണയും കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലയിന്റുകൾ പലതവണയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. പക്ഷേ വിവരാവകാശ രേഖയിൽ കൃത്യമായിട്ട് പറയുന്നു 15 ലക്ഷം രൂപയ്ക്കടുത്താണ് ഇപ്പോൾ റെയിൽവേ ഇവരെ കൊണ്ട് പിഴ അടപ്പിച്ചത് എന്നാണ്. എന്നിട്ടും അത് നന്നാവുന്നില്ല എന്നുള്ളതാണ്. ഒടുവിൽ കുടിക്കുന്നുണ്ട് സുരേഷൊക്കെ MP ഒക്കെ ഇടപെടുന്നതും പ്രേക്ഷകർ കണ്ടതല്ലേ ഈ വിഷയത്തിൽ. നമ്മൾ കാശ് കൊടുത്തിട്ട് യാത്ര ചെയ്യുന്ന സ്ഥാപനങ്ങളല്ലേ, ആ വണ്ടിയിൽ അത്യാവശ്യം വായിക്ക് വെച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം, നായ്ക്ക് ഈ നാവിന് രുചിയുള്ള ഭക്ഷണം എന്നൊന്നും നമ്മൾ അറിയുന്നില്ല, മോശമല്ലാത്ത ഭക്ഷണം കൊടുക്കാനുള്ള ബാധ്യത റെയിൽവേക്കില്ലേ?